ഹലോ എവ്രി വൺ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്റ്റെപ്സ് ഓഫ് റെസ്പിറേഷൻ ആണ്. NCERT-യിൽ 5 സ്റ്റെപ്പുകൾ പറയുന്നുണ്ട് അല്ലേ. അതായത് ബ്രീത്തിങ്ങിൽ അല്ലെങ്കിൽ റെസ്പിറേഷന്റെ 5 സ്റ്റെപ്പുകളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ബ്രീത്തിങ് അല്ലെങ്കിൽ പൾമിനറി വെന്റിലേഷൻ ആണ്. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ലങ്സും ബ്ലഡ് വെസലുമായിട്ടുള്ള അല്ലെങ്കിൽ ബ്ലഡുമായിട്ടുള്ള ഗാഷ്യസ് എക്സ്ചേഞ്ച് ആണ്. ആൻഡ് മൂന്നാമത്തെ സ്റ്റെപ്പ് നമ്മുടെ സർക്കുലേഷൻ ആണ്, ബ്ലഡിന്റെ സർക്കുലേഷൻ ആണ്. ആൻഡ് നാലാമത്തെ സ്റ്റെപ്പ് അടുത്ത എക്സ്ചേഞ്ച് ആണ് ബിറ്റ്വീൻ ബ്ലഡ് ആൻഡ് ടിഷ്യൂ. ആൻഡ് ഫൈനലി അവസാനം നടക്കുന്നത് സെല്ലുലാർ റെസ്പിറേഷൻ ആണ്. അതാണ് 5 സ്റ്റെപ്പ്. അത് ഡീറ്റെയിൽഡ് ആയിട്ട് ഡയഗ്രമാറ്റിക്കലി ആണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ കാണാൻ പോകുന്നത്. സോ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. അതായത് നമ്മൾ ബ്രീത്ത് ചെയ്യുന്ന സമയത്ത് അറ്റ്മോസ്ഫിയറിൽ നിന്നും ലങ്സിന്റെ അകത്തേക്ക്, അതായത് ആൽവിയോളൈന്റെ അകത്തേക്ക് നമ്മൾ എയർ ഡ്രോ ചെയ്തെടുക്കും. അതിനാണ് നമ്മൾ ഇൻസ്പിറേഷൻ എന്ന് പറയുക. ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് ലങ്സിൽ നിന്നും നമ്മൾ പുറത്തേക്ക് എക്സ്പെല് ചെയ്ത് പുറത്തേക്ക് കളയും. അതിനെയാണ് നമ്മൾ എക്സ്പിറേഷൻ എന്ന് പറയുക. അപ്പൊ ഞാൻ ഇവിടെ ആദ്യം വരയ്ക്കാൻ പോകുന്നത് ഒരു ആൽവിയോളയാണ്. ഓക്കെ, ദിസ് ഈസ് ആൻ ആൽവിയോളസ്. ഒരു ആൽവിയോളസ്. അതിന്റെ അകത്തേക്ക് ഓരോ തവണ ബ്രീത്ത് ചെയ്യുമ്പോഴും അറ്റ്മോസ്ഫിയറിൽ നിന്നും എയർ എത്തുന്നുണ്ട്. അതിനകത്ത് നമുക്ക് വേണ്ടത് എന്താണ്? ഓക്സിജൻ ആണ്. ആൻഡ് ഓരോ തവണ നമ്മൾ ബ്രീത്ത് ഔട്ട് ചെയ്യുമ്പോഴും കാർബൺ ഡൈ ഓക്സൈഡ്, അതായത് എയർ നമ്മൾ പുറത്തേക്ക് കളയുന്നുണ്ട്. അപ്പം ജസ്റ്റ് പുറത്ത് നിന്ന് അകത്തേക്ക് ശ്വാസം വലിച്ചെടുക്കുന്നു ആൻഡ് ശ്വാസം പുറത്തേക്ക് വിടുന്നു. ഈ ഒരു സ്റ്റെപ്പിനെ, ഇതാണ് നമ്മളുടെ സ്റ്റെപ്സ് ഓഫ് റെസ്പിറേഷന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഈ സ്റ്റെപ്പിന് നമ്മൾ എന്താ പറയുക? ബ്രീത്തിങ് എന്നാണ് പറയുക. ബ്രീത്തിങ്. അപ്പൊ എന്താ ബ്രീത്തിങ്ങിന്റെ വേറൊരു പേര്? ഞാൻ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പൾമനറി വെന്റിലേഷൻ. പൾമനറി വെന്റിലേഷൻ. അപ്പൊ സിംപ്ലി ഇതാണ് ബ്രീത്തിങ്. ഇൻഹെയിൽ ചെയ്യുക, എക്സെയിൽ ചെയ്യുക. അതായത് അറ്റ്മോസ്ഫിയറിൽ നിന്ന് ലങ്സിലേക്ക് എയർ എടുക്കുക, ലങ്സിൽ നിന്ന് അറ്റ്മോസ്ഫിയറിലേക്ക് എയർ പുറത്തേക്ക് കളയുക. ദിസ് ഈസ് കോൾഡ് ബ്രീത്തിങ്. ഓക്കെ, ഇനി നമ്മളുടെ ബ്രീത്ത് ചെയ്ത എയറിന്റെ അകത്ത് ഓക്സിജൻ ഉണ്ട്, ശരിയല്ലേ? ഈ ഓക്സിജൻ ഇതിന് ഇവിടെ ആൽവിയോളസിന് ചുറ്റും വലിയ കാപ്പിലറീസ് ഉണ്ട്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു അല്ലെ? ആൽവിയോളയ്ക്ക് ചുറ്റും ആൽവിയോളാർ കാപ്പിലറീസ് ഉണ്ട്. ആൽവിയോളൈന്റെ 3 പ്രത്യേകതകൾ നമ്മൾ പഠിച്ചതാണ്. തിന്നാണ്, ഹെവിലി വാസ്കുലർ ആണ്, ഇറഗുലർ വാൾഡ് ആണ്, വാസ്കുലർ ആണെന്ന് പഠിച്ചു. അപ്പം ഇവിടെ കാർബൺ ഡൈ ഓക്സൈഡ് നിറഞ്ഞു നിൽക്കുന്ന ഓക്സിജൻ കുറവുള്ള ബ്ലഡിലേക്ക് ഓക്സിജൻ കയറ്റാൻ വേണ്ടിയിട്ട്, ഓക്സിജൻ റീഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് വന്ന് നിൽക്കുന്ന ഡീഓക്സിജനേറ്റഡ് ആയിട്ടുള്ള ബ്ലഡ് ഇവിടെ ഇരിക്കുന്നുണ്ട്. ഓക്കെ, അതിലേക്ക് ഈ ഓക്സിജൻ ഡിഫ്യൂസ് ചെയ്യപ്പെടും. ഓക്കെ, ഇനി ഈ ഡിയോക്സിജനേറ്റഡ് ബ്ലഡിന്റെ അകത്ത് എന്താ ഉള്ളത്? കാർബൺ ഡൈ ഓക്സൈഡ് ആണല്ലോ ഉള്ളത്. അപ്പൊ കാർബൺ ഡൈ ഓക്സൈഡ് ആൽവിയോളസിന്റെ അകത്തേക്ക് കൊടുക്കും ചെയ്യും, ഓക്സിജൻ ബ്ലഡിന്റെ അകത്തേക്ക് എടുക്കും ചെയ്യും. അപ്പൊ രണ്ടാമത്തെ സ്റ്റെപ്പ് ഇതാ ഇവിടെ നടന്നു. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താ? ഒരു എക്സ്ചേഞ്ച് ആണ്. എക്സ്ചേഞ്ച് ആര് തമ്മിലുള്ള എക്സ്ചേഞ്ച് ആണ്? എക്സ്ചേഞ്ച് ബിറ്റ്വീൻ ബ്ലഡ് ആൻഡ് ആൽവിയോളി. ശരിയല്ലേ? ആൽവിയോളയും അല്ലെങ്കിൽ ലങ്സും നമ്മളുടെ ബ്ലഡും തമ്മിൽ ഒരു എക്സ്ചേഞ്ച് നടന്നു. അപ്പൊ നോക്ക്, ഈ വന്ന ബ്ലഡ് എന്ന് പറയുന്നത് ആരായിരുന്നു? ഡിയോക്സിജനേറ്റഡ് ബ്ലഡ് ആണ്. ഓക്സിജൻ കുറവുള്ള, കാർബൺ ഡൈ ഓക്സൈഡ് കൂടുതലുള്ള ബ്ലഡ് ആണ്. അയാൾക്ക് ഓക്സിജൻ റീഫിൽ ചെയ്യാനാണ് ഈ ആൽവിയോളസിലേക്ക് വരുന്നത്. ഓക്കെ, അപ്പൊ അയാൾക്ക് ഓക്സിജൻ കിട്ടി. അയാൾക്ക് ഓക്സിജൻ കിട്ടിയാൽ അയാൾ എന്ത് ബ്ലഡ് ആയി മാറി? അയാള് ശുദ്ധമായിട്ടുള്ള ബ്ലഡ് ആയി മാറി എന്നൊക്കെ നമ്മൾ പറയും. ഓക്സിജനേറ്റഡ് ബ്ലഡ് ആയി മാറി. ഇപ്പം അതുകൊണ്ടാണ് ഞാൻ ചുവന്ന കളറിൽ കാണിക്കുന്ന, കളർ മാറ്റി വരയ്ക്കുന്നത്. ഇതൊരു സ്റ്റാൻഡേർഡ് റെപ്രസെന്റേഷൻ ആണ്. റെഡ് കളർ നമ്മൾ എന്തിലാ കാണിക്കുക? ഓക്സിജനേറ്റഡ് ബ്ലഡ്. ബ്ലൂ കളർ നമ്മൾ എന്തിനാ കാണിക്കുക? ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് ആണ് കാണിക്കാറുള്ളത്. ഓക്കെ, അപ്പം ഓക്സിജൻ കൂടിയ ഓക്സിജനേറ്റഡ് ബ്ലഡ് ആയി മാറി. ഈ ഓക്സിജനേറ്റഡ് ബ്ലഡ് ശരിക്കും ആക്ച്വലി എങ്ങോട്ടേക്കാ പോകുന്നത്? നമ്മൾ നേരെ ഇനി ഹാർട്ടിലേക്കാണല്ലോ പോകുന്നത്. അപ്പൊ നമ്മൾ ഹാർട്ട് വരയ്ക്കണം. ഹാർട്ടിന് 4 ചേംബർ ആണല്ലോ ഉണ്ടാവുക. ഇതാണ് ലെഫ്റ്റ് സൈഡ് അല്ലെ? അപ്പം ഇതാണ് ലെഫ്റ്റ് ഏട്രിയം, ഇതാണ് ലെഫ്റ്റ് വെൻട്രിക്കിൾ, ഇതാണ് റൈറ്റ് ഏട്രിയം ആൻഡ് ദിസ് ഈസ് ദ റൈറ്റ് വെൻട്രിക്കിൾ. ശരിയല്ലേ? അപ്പൊ ഈ ഓക്സിജനേറ്റഡ് ബ്ലഡ് ഇനി എങ്ങോട്ടേക്കാ പോവുക നോക്ക്. ഈ ഓക്സിജനേറ്റഡ് ബ്ലഡ് നേരെ വരുന്നത് ലെഫ്റ്റ് ഏട്രിയത്തിലേക്കാണ്.
ശരിയാണല്ലോ. എന്നിട്ട് ആ ഓക്സിജനേറ്റഡ് ബ്ലഡ് ലെഫ്റ്റ് വെൻട്രിക്കിളിലേക്ക് വരും. ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്നും ആ ഓക്സിജനേറ്റഡ് ബ്ലഡ് നമ്മളുടെ ബോഡിയിലുള്ള എല്ലാ സെൽസിലേക്കും പോകും. ശരിയാണല്ലോ. യെസ്. അപ്പം ഇവിടെ ആക്ച്വലി എന്താ നടക്കുന്നത് എന്ന് ചോദിച്ചാൽ ഇതൊക്കെ ഓക്സിജനേറ്റഡ് ബ്ലഡ് ആണല്ലോ. ഓക്കെ, ഇപ്പം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തതാണ് ആക്ച്വലി മൂന്നാമത്തെ സ്റ്റെപ്പ്. എന്താ ഇവിടെ മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്? സർക്കുലേഷൻ. നമ്മളുടെ ബോഡിയിൽ ഈ ഓക്സിജനേറ്റഡ് ബ്ലഡ് കംപ്ലീറ്റ്ലി എല്ലാ ബോഡി പാർട്സിലേക്കും സർക്കുലേറ്ററി സിസ്റ്റം എത്തിച്ചു. ഹാർട്ട് ബ്ലഡ് പമ്പ് ചെയ്തിട്ട് എല്ലാ ടിഷ്യൂസിലേക്കും വേണ്ട ഓക്സിജൻ എത്തിച്ചു കൊടുക്കും. അപ്പൊ അങ്ങനെ ഒരു ടിഷ്യൂ ആണ് ഞാൻ ഇവിടെ വരയ്ക്കാൻ പോകുന്നത്. ഓക്കെ, ഇവിടെ ഒരു ടിഷ്യൂ ഞാൻ കാണിക്കാം. ദിസ് ഈസ് എ ടിഷ്യൂ. അയാൾക്ക് എന്ത് വേണം? ഓക്സിജൻ വേണം. അപ്പം ഇവിടെ നമ്മുടെ ഓക്സിജനേറ്റഡ് ബ്ലഡ് എത്തിയിട്ടുണ്ട്. അയാളുടെ അകത്ത് ഒരുപാട് ഓക്സിജൻ ഉണ്ട്. അപ്പം അയാള് ഓക്സിജൻ ഇയാൾക്ക് കൊടുക്കും. ആർക്ക് കൊടുക്കും? ടിഷ്യൂസിന് ഓക്സിജൻ കൊടുക്കും. ഓക്കെ, ഈ ടിഷ്യൂസിന് ഓക്സിജൻ കൊടുക്കും. ടിഷ്യൂസിൽ നിന്നും കാർബൺ ഡയോക്സൈഡ് ഉണ്ടായിട്ടുണ്ടാവും. ഈ കാർബൺ ഡയോക്സൈഡ് ടിഷ്യൂസ് ബ്ലഡിലേക്കും കൊടുക്കും. അപ്പൊ നാലാമത്തെ സ്റ്റെപ്പ് നമ്മൾ കണ്ടു. എന്താണ് നാലാമത്തത്? അടുത്തൊരു എക്സ്ചേഞ്ച് ആണ്. എക്സ്ചേഞ്ച് ബിറ്റ്വീൻ ബ്ലഡ് ആൻഡ് ടിഷ്യൂ. നാലാമത്തതും ഒരു എക്സ്ചേഞ്ച് ആണല്ലോ. എക്സ്ചേഞ്ച് നാലാമത്തത് പുതിയൊരു വേറൊരു എക്സ്ചേഞ്ച് ആണ്. എക്സ്ചേഞ്ച് ബിറ്റ്വീൻ ബ്ലഡ് ആൻഡ് ടിഷ്യൂ. ടിഷ്യൂവും ബ്ലഡും തമ്മിലുള്ള ഒരു എക്സ്ചേഞ്ച് ആണ്. ഓക്കെ, അപ്പൊ ഇനി എന്റെ ചോദ്യം, ഈ കാർബൺ ഡയോക്സൈഡ് ഈ ടിഷ്യൂവിന് കൊടുക്കാൻ എവിടെന്നാ കിട്ടിയത്? അല്ലെങ്കിൽ എങ്ങനെയാ ഈ കാർബൺ ഡയോക്സൈഡ് ഉണ്ടാവുന്നത്? നോക്ക്, ഓക്സിജൻ ടിഷ്യൂവിന് കിട്ടിയെന്ന് നമ്മൾ പഠിച്ചില്ലേ. ആ ഓക്സിജൻ എന്താ ചെയ്യുക? സെല്ലുലാർ റെസ്പിറേഷനിൽ പങ്കെടുക്കും. എന്താ സെല്ലുലാർ റെസ്പിറേഷൻ? നിങ്ങൾ കഴിച്ച ഭക്ഷണമൊക്കെ ഗ്ലൂക്കോസ് ആയി മാറി. അപ്പൊ എന്താ ഗ്ലൂക്കോസിന്റെ ഫോർമുല എന്നുള്ളത് നിങ്ങൾക്ക് അറിയാലോ. C6H12O6. അയാളെ ഓക്സിജന്റെ സഹായത്തോടു കൂടി ബ്രേക്ക് ഡൗൺ ചെയ്യുന്നതിനാണ് നമ്മൾ എയറോബിക് റെസ്പിറേഷൻ എന്ന് പറയുക. അപ്പൊ ഓക്സിജന്റെ സഹായത്തോടു കൂടി അയാളെ ബ്രേക്ക് ഡൗൺ ചെയ്യാണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? എനർജി കിട്ടും. 38 ATP കിട്ടും. പ്ലസ് നമുക്ക് എന്ത് കിട്ടും? 38 ATP എനർജി കിട്ടും. ആൻഡ് കാർബൺ ഡയോക്സൈഡ് എന്ന് പറയുന്നത് ഇതിന്റെ കൂടെ ഉണ്ടാവുന്ന ഒരു ബൈ പ്രോഡക്റ്റ് ആണ്. ആൻഡ് വാട്ടറും ഉണ്ടാവുന്ന ഒരു ബൈ പ്രോഡക്റ്റ് ആണ്. സോ ബൈ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എന്താണ്? കാർബൺ ഡയോക്സൈഡ് ആണ്. ഇതാണ്, ഈ സംഭവമാണ് അഞ്ചാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. എന്താ അപ്പൊ ഫൈനൽ സ്റ്റെപ്പ് ഓഫ് റെസ്പിറേഷൻ എന്ന് പറയുന്നത്? സെല്ലുലാർ റെസ്പിറേഷൻ അല്ലെങ്കിൽ സെൽ റെസ്പിറേഷൻ എന്ന് നമ്മൾ പറയാറുണ്ട്. സെല്ലുലാർ റെസ്പിറേഷൻ ഈസ് ദ ഫൈനൽ സ്റ്റെപ്പ്. അപ്പം സെല്ലുലാർ റെസ്പിറേഷൻ കഴിഞ്ഞാൽ എന്താണ് ഇവിടെ ഇവോൾവ് ചെയ്യുന്നത്? കാർബൺ ഡയോക്സൈഡ്. സോ ഈ കാർബൺ ഡയോക്സൈഡ് എന്ന് പറയുന്ന ഒരു ഹാർംഫുൾ ഗ്യാസ് ആണെന്ന് ഞാൻ ആദ്യത്തെ ക്ലാസ്സിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അങ്ങനെ കാർബൺ ഡയോക്സൈഡ് ഇവോൾവ് ചെയ്തു. കാർബൺ ഡയോക്സൈഡും ഈ ബ്ലഡും തമ്മിൽ എക്സ്ചേഞ്ച് നടത്തിയിട്ടുണ്ട്. ഓക്സിജനും കാർബൺ ഡയോക്സൈഡും തമ്മിൽ. ഓക്കെ, അപ്പം ഈ വന്ന് നിൽക്കുന്ന ഓക്സിജനേറ്റഡ് ബ്ലഡ് ഇപ്പൊ എന്തായി മാറിയിട്ടുണ്ട്? ഇപ്പൊ ഇയാള് നോമോർ ഓക്സിജനേറ്റഡ്. അയാളുടെ കയ്യിലുള്ള ഓക്സിജൻ ഇയാൾക്ക് കൊടുത്തു. ആൻഡ് ടിഷ്യൂസിൽ നിന്നുള്ള കാർബൺ ഡയോക്സൈഡ് വാങ്ങി. ഇനി അയാൾ എന്ത് ബ്ലഡാ? ഇനി നമ്മൾ കളർ മാറിയ ബ്ലഡ് ആണ്. അതായത് ഡീഓക്സിജനേറ്റഡ് ആയിട്ടുള്ള ബ്ലഡ് ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കണം. ഓക്കെ, ഇനി അയാൾ ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് ആണ്. അപ്പൊ ഈ ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് പിന്നീട് എങ്ങോട്ടേക്കാ പോകുന്നത്? റൈറ്റ് ഏട്രിയത്തിലേക്കാണ് പോകുന്നത്. റൈറ്റ് ഏട്രിയത്തിലേക്ക് പോയി. റൈറ്റ് ഏട്രിയത്തിൽ നിന്നും പിന്നെ ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് റൈറ്റ് വെൻട്രിക്കിളിലേക്ക് വരും. റൈറ്റ് വെൻട്രിക്കിളിൽ നിന്നും പിന്നെ ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് എങ്ങോട്ടേക്കാ പോവുക? എഗെയിൻ ലങ്സിലേക്ക് പോകും. ശരിയല്ലേ? ഇങ്ങനെയാണ് ഒരു പാത്വേ എന്ന് പറയുന്നത്. അപ്പൊ ഇത് ആക്ച്വലി ഇവിടെ നമുക്ക് പഠിക്കാനുണ്ടോ എന്ന് ചോദിച്ചാല് നമുക്ക് ഇവിടെ സ്പെസിഫിക്കലി NCERT പേജ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ പഠിക്കാനില്ല. ഇവിടെ ജസ്റ്റ് സ്റ്റെപ്സ് ഓഫ് റെസ്പിറേഷൻ മാത്രമേ പറയുന്നുള്ളൂ, 5 സ്റ്റെപ്പ്. അപ്പം പക്ഷെ നമ്മൾ എല്ലാ ചാപ്റ്ററും പഠിച്ചിട്ടാണ് നമ്മൾ നീറ്റ് എഴുതേണ്ടത്. ശരിയല്ലേ? അപ്പം ഒരു കണക്ട് ചെയ്ത് അടിപൊളിയായിട്ട് മനസ്സിലാക്കി പഠിക്കുക എന്നുള്ളതാണ് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത്. സോ എന്തൊക്കെയാണ് സ്റ്റെപ്സ് ഓഫ് റെസ്പിറേഷൻ എന്ന് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ബ്രീത്തിങ്. ബ്രീത്തിങ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളെ
പുറത്തുനിന്ന് ശ്വാസം എടുക്കുക ആൻഡ് ശ്വാസം വലിക്കുകയും ശ്വാസം വിടുകയും ചെയ്യുന്നതിനാണ് നമ്മൾ ബ്രീത്തിങ് എന്ന് പറയുക. ആൻഡ് രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു എക്സ്ചേഞ്ച് ആണ്, എക്സ്ചേഞ്ച് ബിറ്റ്വീൻ ആൽവിയോളി ആൻഡ് ബ്ലഡ്. അങ്ങനെ ബ്ലഡിലേക്ക് ഓക്സിജൻ കിട്ടുന്നു. പിന്നെ ആ ഓക്സിജനെ സ്വാഭാവികമായിട്ട് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താ, ഓക്സിജനെ സർക്കുലേറ്ററി സിസ്റ്റം എല്ലാ ടിഷ്യൂസിലേക്കും സർക്കുലേറ്റ് ചെയ്യും. അതാണ് മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അങ്ങനെ സർക്കുലേറ്റ് ചെയ്ത് ടിഷ്യൂസിന്റെ അടുത്ത് എത്തിയാൽ ഓക്സിജൻ അയാൾ ഡെലിവർ ചെയ്യും. അപ്പം ഓക്സിജൻ ഡെലിവർ ചെയ്യും, കാർബൺ ഡൈ ഓക്സൈഡ് അയാൾ വാങ്ങും. ആൻഡ് അഗെയിൻ അടുത്തതും എന്ത് തന്നെയാണ്, എക്സ്ചേഞ്ച് ആണ്, എക്സ്ചേഞ്ച് ബിറ്റ്വീൻ ബ്ലഡ് ആൻഡ് ടിഷ്യൂ. ഈ ഓക്സിജൻ കിട്ടിയാൽ എന്താ ഈ ഓക്സിജൻ നമ്മുടെ സെല്ല് ചെയ്യുന്നത്, സെല്ലുലാർ റെസ്പിറേഷൻ, എയറോബിക് റെസ്പിറേഷൻ ആണ് ചെയ്യുന്നത്. ആൻഡ് അതാണ് ഫൈനൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അതെല്ലാം ഒരു ഡയഗ്രമാറ്റിക്കലി ഞാൻ കാണിച്ചു എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ എന്താണ് ഇനി NCERT, അക്കോർഡിംഗ് ടു NCERT എന്തൊക്കെ വരികളാണ് എഴുതി വെച്ചത് നമുക്ക് നോക്കാം. 5 സ്റ്റെപ്സ് ഓഫ് റെസ്പിറേഷൻ എന്ന് പറയുന്നത് ബ്രീത്തിങ് ഓർ പൾമനറി വെന്റിലേഷൻ, അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ബൈ വിച്ച് atmospheric air is drawn in and carbon dioxide rich alveolar air is released out. ശ്വാസം വലിക്കുക, ശ്വാസം വിടുക, ഇതിനെയാണ് നമ്മൾ റെസ്പിറേഷൻ എന്ന് പറയുക, അല്ലെങ്കിൽ ബ്രീത്തിങ്, പൾമനറി വെന്റിലേഷൻ എന്ന് പറയുക. ഓക്കെ, the second step is diffusion of gases, exchange of gases, carbon dioxide and oxygen, അതാണ് നമ്മൾ ഗ്യാസസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, across alveolar membrane. ഇതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. ആൻഡ് മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു സർക്കുലേഷൻ, അതാണ് ഇവിടെ പറയുന്നത് ട്രാൻസ്പോർട്ട് ഓഫ് ഗ്യാസസ് ബൈ ദ ബ്ലഡ്, ദാറ്റ് ഈസ് നത്തിങ് ബട്ട് സർക്കുലേഷൻ. ആൻഡ് നാലാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നെക്സ്റ്റ് എക്സ്ചേഞ്ച് നമ്മൾ പറഞ്ഞു, ഇവിടെ പറയുന്ന ഡിഫ്യൂഷൻ ഓഫ് ഓക്സിജൻ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് ബിറ്റ്വീൻ ബ്ലഡ് ആൻഡ് ടിഷ്യൂസ് നമ്മൾ പറഞ്ഞു. ആൻഡ് ഫൈനൽ സ്റ്റെപ്പ്, ടിഷ്യൂവിന് അല്ലെങ്കിൽ സെല്ലിന് ഓക്സിജൻ കിട്ടിയാൽ എന്ത് ചെയ്യും, യൂട്ടിലൈസേഷൻ ഓഫ് ഓക്സിജൻ ബൈ ദ സെൽസ് ഫ്രം ഫോർ കാറ്റബോളിക് റിയാക്ഷൻസ്. അതായത് സെല്ലുലാർ റെസ്പിറേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ കാറ്റബോളിക് റിയാക്ഷൻ. നിങ്ങൾ ബയോമോളിക്യൂൾസിൽ പഠിച്ചിട്ടുണ്ട്, വാട്ട് ഈസ് എ കാറ്റബോളിക് റിയാക്ഷൻ? ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന റിയാക്ഷൻസ് ആണ്. ഒരു കോംപ്ലക്സ് മോളിക്യൂളിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് സിംപ്ലർ മോളിക്യൂൾ ആവുന്ന റിയാക്ഷൻസിനാണ് നമ്മൾ കാറ്റബോളിസം അല്ലെങ്കിൽ കാറ്റബോളിക് റിയാക്ഷൻ എന്ന് പറയുക. സോ സെല്ലുലാർ റെസ്പിറേഷൻ ഈസ് എ കാറ്റബോളിക് റിയാക്ഷൻ, സെൽസ് ഫോർ കാറ്റബോളിക് റിയാക്ഷൻ ആൻഡ് റിസൾട്ടന്റ് റിലീസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്, ദാറ്റ് മീൻസ് സെല്ലുലാർ റെസ്പിറേഷൻ ആണ് അഞ്ചാമത്തെ സ്റ്റെപ്പ്. അപ്പൊ നിങ്ങൾക്ക് ഡിഫറെന്റ് സ്റ്റെപ്സ് ഓഫ് ബ്രീത്തിങ് എന്തൊക്കെയാണെന്നുള്ളത് അടിപൊളിയായി മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ മനസ്സിലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്ക് ഇതിനെ കുറിച്ചുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ബോക്സിലൂടെ ചോദിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണ് എന്ന് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സോ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.